ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാ ലക്ഷ്മീ സരസ്വതി സാവിത്രി രാധാ ദേവീ നമഃ. ഓം പ്രസീദ വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമേ മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വര സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ആനോ ഭദ്രാഃ കൃതവോ യന്തു വിശ്വതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മത് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരുപരമാത്മനേ നമഃ. ഭക്തജനങ്ങളെല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയുടെയും ആദിശങ്കര ഭഗവത്പാദരുടെയും അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടും നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശ്ലോകം 19. ഈ സ്തോത്രത്തിന് മന്ത്രം ശ്രീ ഓം ശ്രീ ഹരമഹിഷ്यै നമഃ. ഓം ശ്രീ ഹരമഹിഷ്यै നമഃ. ഈ മന്ത്രത്തിൻ്റെ ജപതാൽപര്യം എന്ന് പറയുന്നത് സ്ത്രീമോഹനം. സ്ത്രീമോഹനത്തിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രജപം ചെയ്ത് സിദ്ധി അടയേണ്ടത്. അങ്ങനെ സിദ്ധി ലഭിക്കുന്നവർക്കാണ് ഈ സംഗതി നടപ്പിലാക്കാൻ പറ്റുക. സങ്കല്പം ചെയ്യുമ്പോൾ സ്ത്രീ മോഹനാർത്ഥം നവമദശ സ്തോത്രം ജപേത് എന്ന് പറഞ്ഞ് ചെയ്യണം. പരാശക്തി മൂന്ന് ലോകത്തിനെയും അതിലുള്ള എല്ലാ വസ്തുക്കളെയും വശീകരിക്കാൻ ശക്തിയുള്ള ഒരു ഉത്തമ ഭക്തനാക്കി തീർക്കും ഈ മന്ത്രം ജപം ചെയ്യുന്നവനെ എന്ന് പറയുന്നു. ജപിക്കേണ്ട രീതി: രാവിലെ കിഴക്കുമുഖമായി ഇരുന്ന് 25 ദിവസം ദിവസവും 1000 പ്രാവശ്യം ജപിക്കേണ്ടതാകുന്നു. അങ്ങനെ ജപിച്ച് സിദ്ധി വരുന്ന പക്ഷം ധാർമ്മിക മുറയിൽ താൻ വിചാരിക്കുന്ന ഒരു സ്ത്രീയെ വശീകരിക്കാൻ സാധ്യമായി തീരും. മാത്രമല്ല, ഭൂതപ്രേത പിശാചങ്ങളുടെ ബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അപ്രത്യക്ഷമായി തീരും. മൃഗങ്ങളും, അതായത് പക്ഷിമൃഗാദികളെല്ലാം തന്നെ നമുക്ക് വശ്യമായി തീരും. നമ്മളെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ അവ പെരുമാറുന്നു, ഉപദ്രവിക്കാൻ വരുന്നതല്ല. അതുമാത്രമല്ല, രാജാവിങ്കിൽ നിന്നുള്ള പ്രീതി സമ്പാദിക്കാൻ സാധ്യമാകും. രാജാവ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈവൻ എലക്റ്റഡ് ലീഡേഴ്സ്, അതായത് ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ഈ സ്തോത്രത്തിൻ്റെ വശ്യശക്തി ഉപകരിക്കുന്നു. പരാശക്തിക്ക് നിവേദിക്കാനുള്ളത് തേൻ, പാൽ, പായസം. ഈ 3 ആഹാര വസ്തുക്കളെയാണ് പരാശക്തിക്ക് നിവേദനമായി സമർപ്പിക്കേണ്ടത്. സ്തോത്രം: മുഖം ബിന്ദും കൃത്വാ കുജയുഗം അധസ്തസ്യ തദധ ഹരാർദ്ധം ധ്യായോദ്യഃ ഹരമഹിഷി തേ മന്മഥകലാം സസദ്യഃ സംക്ഷോഭം നയതി വനിതാ ഇത്യതി ലഘു ത്രിലോകീമപി ആശു ഭ്രമയതി രവീന്ദു സ്തനയുഗാം. മുഖം ബിന്ദും കൃത്വാ കുജയുഗമധസ്തസ്യ തദധോ ഹരാർദ്ധം ധ്യായേദ്യോ ഹരമഹിഷീ തേ മന്മഥകലാം സസദ്യഃ സംക്ഷോഭം നയതി വനിതാ ഇത്യതി ലഘു ത്രിലോകീമപ്യാശു ഭ്രമയതി രവീന്ദുസ്തനയുഗാം. വളരെയേറെ അർത്ഥമാഹാത്മ്യവും രഹസ്യവും അടങ്ങിയിരിക്കുന്ന ഒരു സ്തോത്രമാണ് ഇത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ സ്തോത്രത്തിലെ ജപം ചെയ്ത് വഴി കൂടി പോകുന്ന ഇഷ്ടപ്പെട്ട സ്ത്രീകളെയെല്ലാം വശീകരിക്കാൻ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചു പോകരുത്. അതൊന്നാമത് തെറ്റാണ്, അത് അധാർമികമായ പ്രവൃത്തിയാകുന്നു. ഇവിടെ സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് പരാശക്തിയെ തന്നെ ആകുന്നു, അല്ലെങ്കിൽ ജീവാത്മാവിനെ ആകുന്നു. അല്ലെങ്കിൽ ജീവാത്മാവിന്
ആകർഷിക്കാൻ ഉള്ള ലോകത്തിലെ എല്ലാ സ്വത്തുക്കളും അല്ലെങ്കിൽ തത്വങ്ങളും അവരെയെല്ലാം ആകർഷിക്കാനുള്ള ശക്തി ഉണ്ടാക്കി തരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. സ്ത്രീ സ്തോത്രജപം ചെയ്യുന്ന നേരത്ത് പരാശക്തിയെ സ്വന്തം അമ്മയിലും കൂടുതൽ അധികം സ്നേഹിക്കണം. ഒരു മാതൃഭാവത്തിൻ്റെ ഭാവനയിലൂടെ മാത്രമേ ഈ മന്ത്രത്തെ ജപം ചെയ്യുവാനോ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തെ മനസ്സിലാക്കുവാനോ ശ്രമിക്കാൻ പാടുള്ളൂ. ഇത് യാതൊരു വിധത്തിലും ആഭാസമായിട്ടുള്ള ഒരു കാര്യമല്ല, യാഥാർത്ഥ്യമാകുന്നു. കുഞ്ഞുങ്ങൾക്ക് അമ്മമാരോടോ സഹോദരിമാരോടോ ഒരിക്കലും കാമവികാരം തോന്നാറില്ല. പ്രത്യേകിച്ച് ഭക്തിമാർഗത്തിൽ സാധനാമാർഗത്തിൽ ഉള്ള യോഗികൾക്ക് ഒരിക്കലും ഒരു സ്ത്രീയെ ആഭാസരൂപത്തിൽ വർണ്ണിക്കുവാനോ ചിത്രീകരിക്കുവാനോ ധ്യാനിക്കുവാനോ സാധ്യമല്ല. ഇവിടെ പരാശക്തിയുടെ അതിമനോഹരമായ പ്രകാശകിരണങ്ങളെ വാരി വിതറുന്ന ജഗദംബിയെ ആദിശങ്കര ഭഗവത്പാദർ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നമസ്കാരം ചെയ്ത് എണീറ്റ് നിന്ന് നോക്കുമ്പോൾ പരാശക്തിയെ രജോമയ സ്വരൂപമായിരിക്കുന്ന രക്തവർണ്ണത്തിൽ ജ്വലിക്കുന്ന മഹാലക്ഷ്മി സ്വരൂപമായിട്ടാണ് അംബിക ആദിശങ്കര ഭഗവത്പാദർക്ക് ദർശനം നൽകിയത്. ആദിശങ്കര ഭഗവത്പാദർ ഈ ദിവ്യമായ രൂപത്തെ കണ്ട ആ നിമിഷം നേരം തന്നെ ഈ സ്തോത്രത്തെ അദ്ദേഹം രചിച്ചു തുടങ്ങി. ഇതിലെ അർത്ഥം ത്രിലോകത്തിലുള്ള സ്ത്രീകളെയും വശീകരിക്കാൻ വളരെ എളുപ്പമാണ്. അതിനുള്ള ഏക മാർഗം പരാശക്തിയായിരിക്കുന്ന നിന്നെ ഏതൊരു സാധകൻ മനസ്സിൽ ധ്യാനിക്കുന്നുവോ, പ്രത്യേകിച്ച് ബീജാക്ഷര മന്ത്രങ്ങളെ കാമബീജം എന്ന് പറയപ്പെടുന്ന കാമകലാക്ഷരം അടങ്ങിയ മന്ത്രത്തെ ജപം ചെയ്യുന്നുവോ, അല്ലെങ്കിൽ ആ മന്ത്രത്തെ പരാശക്തിയുടെ ഓരോ ഭാഗങ്ങളിലായി സ്ഥാപിച്ച് ത്രികോണമധ്യത്തിലിരിക്കുന്ന പരാശക്തിയെ ഏതൊരു സാധകൻ ധ്യാനം ചെയ്യുന്നുവോ അവന് ഈ ത്രിലോകങ്ങളിലുമുള്ള എല്ലാ സ്ത്രീകളെയും വശീകരിക്കാൻ സാധ്യമാകുന്നു. സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വസു എന്നും കണക്കാക്കണം, അല്ലെങ്കിൽ സമ്പത്ത് എന്നും കാൽക്കുലേറ്റ് ചെയ്യണം. അണിമ ലഘിമ മഹിമ ലഘിമ ഗരിമ ഈശുപ്തം വശുപ്തം പ്രാപ്തി പ്രാഗാമ്യം എന്നുള്ള അഷ്ടമാസിദ്ധികളെല്ലാം തന്നെ സ്ത്രീ സ്വരൂപമാകുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാ തത്വങ്ങളും സ്ത്രീ സ്വരൂപം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേടാനായിട്ടുള്ള എല്ലാം തന്നെ സ്ത്രീകൾ തന്നെയാകും. ഇവിടെ കാമബീജ മന്ത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. പരാശക്തിയുടെ 3 മുഖ്യമായ ശരീരങ്ങൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, പരശരീരം എന്നറിയപ്പെടുന്നു. സ്ഥൂല ശരീരം എന്നുള്ളത് കരചരണ അവയവങ്ങളോടുകൂടിയ മുഖഭാഗമാകുന്നു. ഈ ശക്തി ജ്ഞാനശക്തിയാകുന്നു. അതിനുശേഷം രണ്ടാമത് വരുന്നതാണ് കാമബീജസ്വരൂപമായിരിക്കുന്ന മധ്യകൂടം. ആദ്യത്തെ മുഖപത്മത്തിൽ 5 അക്ഷരവും രണ്ടാമത്തെ മധ്യകൂടത്തിൽ 6 അക്ഷരങ്ങളും ശക്തികൂടത്തിൽ 4 അക്ഷരങ്ങളും ചേർന്ന് 15 അക്ഷരങ്ങളെ ചേർത്താണ് പരാശക്തിയുടെ മൂലമന്ത്രത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനെ പഞ്ചദശാക്ഷരി എന്ന് പറയപ്പെടുന്നു. അതിൽ കാമബീജം എന്ന് പറയപ്പെടുന്ന ഈ മധ്യകൂടം മന്ത്രമയമാകുന്നു, വളരെ സൂക്ഷ്മമാകുന്നു, രഹസ്യമാകുന്നു. ഉപാസനയിലൂടെ മാത്രം അറിയേണ്ട ഒരു വ്യവസ്ഥയാണ് ദേവി ഉപാസനയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനടുത്തതാകുന്നു 3ാമത്തെ ഖണ്ഡം എന്ന് പറയപ്പെടുന്ന ശക്തികൂടം. ഈ ശക്തികൂടം ക്രിയാശക്തിയാകുന്നു. മധ്യകൂടം ഇച്ഛാശക്തിയും പ്രഥമകൂടം സാത്വിക ശക്തിയുമാകുന്നു. അതിൽ ഈ രണ്ടാമത്തെ, അതായത് മധ്യകൂടം എന്ന് പറയുന്ന ഭാഗത്തിനെയാണ് നാം ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയുടെ ദിവ്യമായ ഈ ശരീരഭംഗിയെ കണ്ടതോടുകൂടി തന്നെ അദ്ദേഹം അവിടെ മന്ത്രോക്തമായിരിക്കുന്ന ബീജാക്ഷരങ്ങളെയാണ് ഓരോ ത്രികോണ ചക്രങ്ങളിലായി കണ്ടുവരുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ ശ്രീചക്രത്തിന് സമമാകുന്നു. ഈ പ്രപഞ്ചം തന്നെ ഒരു ശ്രീചക്രമാണ്. അതിലെ ഓരോ തത്വങ്ങളും ശ്രീചക്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത്. എല്ലാം ത്രിഖണ്ഡേശി, ത്രിനയന, ത്രസ്ത, ത്രിപുര, ത്രക്ഷരി, എല്ലാം 3 ലോകത്തിൽ. എല്ലാം ത്രികോണമാണ്. ത്രികോണത്തിൻ്റെ രൂപത്തിലാണ്, ആകൃതിയിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗണങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ
ഈ സ്തോത്രത്തിന് കൊടുത്തിരിക്കുന്ന ചക്രം, യന്ത്രം എന്ന് പറയുന്നത് ഒരു വൃത്താകൃതിയും അതിൻ്റെ നടുവിലായി മുകളിലെയും ചുവടെയും ഓരോ പ്രാവശ്യം ഹ്രീം ഹ്രീം എന്നെഴുതുക. പിന്നെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഹ്രീം ഹ്രീം എന്നെഴുതുക. മൊത്തം 4 ഹ്രീം എന്നുള്ള ബീജാക്ഷരത്തെയാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇത് ആരോ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഒരു ഡയമണ്ട് മാതിരി ഉണ്ടാവും. ഡയമണ്ട് ആകത്ത് എല്ലാവർക്കും അറിയാമല്ലോ. അതുമാത്രമല്ല, ശംഖ്, ഒരു വലിയ ശംഖ് നമ്മുടെ കൺമുമ്പിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് ശംഖിൻ്റെ തലഭാഗം, അതായത് കൂർത്ത ഭാഗവും പിന്നീട് അതിന് 2 വശമായിരിക്കുന്ന വിപുലമായിരിക്കുന്ന 2 വശങ്ങളെ കാണാൻ സാധിക്കുന്നു. പിന്നീട് ആ ശംഖിൻ്റെ അടിഭാഗമായിരിക്കുന്ന പൃഷ്ഠഭാഗമായിരിക്കുന്ന സ്ഥലത്തെ കാണാൻ സാധിക്കുന്നു. ഇതേ രൂപത്തെയാണ് നാം ദർശിക്കാൻ പോകുന്നത്. ഇവിടെ ഭഗവത്പാദർ പറഞ്ഞു വരുന്ന ഈ സ്തോത്രത്തിനുള്ള മുഖം ബിന്ദും കൃത്വ, മുഖത്തിൽ ബിന്ദുസ്ഥാനത്തെ അല്ലെങ്കിൽ ബിന്ദുവിൽ മുഖത്തെ, പരാശക്തിയുടെ തിരുവധനത്തെ ബിന്ദുരൂപത്തിലായിട്ട് കാണാൻ പറയുന്നു. കുജയുഗം, അതിന് ശേഷം താഴ്ഭാഗത്ത് വരികയാണെങ്കിൽ പരാശക്തിയുടെ സ്ഥലങ്ങളെ കാണാൻ സാധിക്കുന്നു. ഭക്തിരസത്താൽ നിറഞ്ഞു കഴിയുന്ന ആനന്ദാമൃതമാകുന്നു പരാശക്തിയുടെ സ്ഥലങ്ങളിലുള്ളത്. അധസ്തസ്യ, മുഖത്തിൻ്റെ അധോഭാഗത്തിൽ, തതഃ കുജയുഗത്തിൻ്റെയും അധോഭാഗത്തിലായിട്ട് ഹരാർദ്ധം, ത്രികോണ രീതിയിൽ, ആ ത്രികോണത്തിൽ യോനിസ്ഥാനത്തെയും അല്ലെങ്കിൽ യോനിസ്ഥാനത്തിൽ ത്രികോണത്തിനകത്ത് ഹ്രീം എന്നുള്ള ഈ മന്ത്രത്തെ ധ്യാനം ചെയ്യുവാൻ ഭക്തന് ദേവീയോപാസന അനുമതി നൽകുന്നുണ്ട്. ഹരമഹിഷി, സദാശിവപത്നിയായിരിക്കുന്ന ശിവയായിരിക്കുന്ന ശക്തിയെ, ഹരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമശിവൻ, പരമശിവൻ്റെ മഹിഷി, പരമശിവ പത്നി അല്ലെങ്കിൽ പരമശിവ റാണി എന്നെല്ലാം പറയാം. അതുകൊണ്ടാണ് ഇവിടെ സദാശിവയായിരിക്കുന്ന പരാശക്തിയെ ഹരമഹിഷി എന്ന് പറയുന്നത്. ഈ സ്തോത്രത്തിൻ്റെ മന്ത്രവും ഹരമഹിഷി നമഃ എന്നുള്ളതാകും. തേ മന്മഥകലാം, പരാശക്തിയായ നിന്റെ കാമരാജബീജത്തെ സദ്യ, അവൻ വേഗത്തിൽ പ്രാപിക്കുന്നു. എന്ത് പ്രാപിക്കുന്നു? സംക്ഷോഭം നയതി, മനോവികാരത്തെ പ്രാപിക്കുന്നു. വനിതാഹ, സ്ത്രീകളെ, ഇത്യതിലഘു എന്നുള്ളതിൽ യാതൊരു വിധമായ സംശയവും ഇല്ല. ത്രിലോകീമപി, 3 ലോകത്തിലുള്ള സ്ത്രീകളെയും, അതായത് പ്രത്യേകിച്ചെടുത്ത് പറയുമ്പോൾ ത്രൈലോക്യത്തിലും ഉള്ള സ്ത്രീജനങ്ങളെ, ആശു ഭ്രമയതി, വേഗത്തിൽ ഭ്രമിപ്പിക്കുന്നു. രവീന്ദുസ്തനയുഗാം, സൂര്യചന്ദ്രന്മാരാകുന്ന 2 സ്തനങ്ങളോട് കൂടിയ പരാശക്തിയായ നിന്നെ യാതൊരു ഭക്തൻ മുഖത്തിൽ ഒരു ബിന്ദുവിനെയും 2 കുചങ്ങളിലായി 2 ബിന്ദുക്കളെയും യോനിസ്ഥാനത്ത് ഒരു ബിന്ദുവായും, ഈ ബിന്ദുക്കളെല്ലാം രേഖപ്പെടുത്തുമ്പോൾ ത്രികോണ ചക്രത്തിനകത്താണ് രേഖപ്പെടുത്തുന്നത്. ആ രീതിയിൽ ഏതൊരു ഭക്തൻ ധ്യാനിക്കുന്നുവോ അവൻ പരാശക്തിയായിരിക്കുന്ന നിന്നെ ഭ്രമിപ്പിക്കുന്നു. പരാശക്തിയായ നിന്നെ മാത്രമല്ല, ത്രിലോകങ്ങളിലുമുള്ള എല്ലാ സ്ത്രീജനങ്ങളെയും അവൻ ഭ്രമിപ്പിക്കുന്നു, വശീകരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ പരാശക്തിയെ വശീകരിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം വളരെ വളരെ കഷ്ടമായ ഒരു കാര്യമാണ്. പരാശക്തിയെ ആർക്കാണ് വശീകരിക്കാൻ സാധ്യമാവുക? സദാശിവനായിരിക്കുന്ന പരമേശ്വരനെ കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. ഏത് കാലത്തും ഏത് യുഗത്തിലും ഏത് കൽപ്പത്തിലും പരമശിവനെ മാത്രമാണ് തൻ്റെ കൺസോർട്ട്, തൻ്റെ നായകനായി പരാശക്തി അനുഗമിച്ചു വരുന്നത്. എല്ലാ അവതാരങ്ങളിലും ശിവനല്ലാതെ കണ്ട് വേറെ ആരും തൻ്റെ ഭർത്താവായിട്ടോ കാമുകനായിട്ടോ ഉണ്ടാവില്ല പരാശക്തിക്ക്. അതാണ് ശക്തിയുടെ അവതാരങ്ങളിലുള്ള ഒരു മഹാത്മ്യം. മറ്റുള്ള ദേവന്മാരെല്ലാം വേറെ ആരെങ്കിലും എല്ലാം സ്വീകരിക്കും. പക്ഷേ പരാശക്തി നിത്യസുമംഗലിയും നിത്യപതിവൃതിയുമായതുകൊണ്ട് ശിവനെ അല്ലാതെ കണ്ട് മനസാവാച കർമ്മണ വേറെ ആരെയും സ്വീകരിക്കുന്നില്ല. പരമശിവനെ കൊണ്ട് മാത്രമേ പരാശക്തിയെ ഭ്രമിപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതേപോലെ തന്നെ ശിവനെ ഭ്രമിപ്പിക്കാൻ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ സാധകൻ ശിവനായി തീരണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. സാധകൻ മന്ത്രോപാസനയിലൂടെയും തന്ത്രോപാസനയിലൂടെയും യന്ത്രോപാസനയിലൂടെയും നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി പരാശക്തിയെ സ്വന്തം അമ്മയാണെന്ന് കരുതി അമ്മയുടെ ആ മുഖപത്മത്തെയും 2 സ്ഥലങ്ങളെയും യോനിസ്ഥാനത്തെയും ചേർത്ത് ധ്യാനിക്കുന്നവൻ, അതായത് 3 കൂടങ്ങളും വരുന്നു ഇതിനകത്ത്, പ്രഥമകൂടം, മധ്യകൂടം, ശക്തികൂടം. കാമകലാക്ഷരത്തിലെ അല്ലെങ്കിൽ ബീജാക്ഷരം 6 സ്ഥാനങ്ങളുള്ള ശക്തികളെയും ഒരേ നേരത്ത് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെ നിരന്തരമായി ചെയ്യപ്പെടുന്ന ഈ യോഗസാധനയിലൂടെ ഈ ഭക്തൻ
ആത്മസ്വരൂപത്തിൽ ശിവസായുജ്യത്തെ അടയുന്നു. അങ്ങനെ ശിവസായുജ്യത്തെ അടയുന്നത് കാരണം അവൻ പരാശക്തിയെ ഭ്രമിപ്പിക്കാൻ സാധിക്കുന്നു. പരാശക്തിയെ ഭ്രമിപ്പിക്കാൻ സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിലോകങ്ങളിലുള്ള എല്ലാ സ്ത്രീജനങ്ങളെയും സമ്പത്തുക്കളെയും വശീകരിക്കാൻ തകുതിയുള്ളവനും കെൽപ്പുള്ളവനുമായി തീരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ കണ്ട് ഏതെങ്കിലും സ്ത്രീകളെ വശീകരിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ഉദ്ദേശം. ലോകത്തിൽ എല്ലാവരും സ്ത്രീ തന്നെയാകുന്നു. പുരുഷൻ എന്ന് പറയുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, അത് സദാശിവൻ. അങ്ങനെ വളരെയേറെ അർത്ഥമാഹാത്മ്യം ഉള്ള രഹസ്യമായ ഒരു ഉപാസനയാകുന്നു ഈ ക്രമം. ശിരസിൽ, അതായത് ഒരു ബിന്ദുവിനെയും പിന്നീട് സ്ഥലങ്ങളിൽ 2 ബിന്ദുക്കളെയും അതിനുശേഷം യോനിസ്ഥാനത്തിലായി ഒരു ബിന്ദുവിനെയും, അങ്ങനെ 4 ബിന്ദുവിനെയാണ് ഇവിടെ കൽപ്പിക്കപ്പെടുന്നത്. കാമബീജാക്ഷരം പ്രയോഗം ചെയ്യുമ്പോൾ പഞ്ചബാണ ബീജങ്ങളെ മുഖത്തും 2 കൈകളിലും കുജമധ്യത്തിലും യോനിമധ്യത്തിലും യഥാക്രമം 5 രീതിയിൽ 5 ബീജാക്ഷര മന്ത്രങ്ങളെ കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് വളരെയേറെ രഹസ്യമായ ഒരു തത്വമായതുകൊണ്ട് ഞാനിതിനെ ഇവിടെ ജാസ്തി വ്യാഖ്യാനിക്കുന്നില്ല. സർവലോകത്തിനെയും വശീകരിക്കാൻ സാധ്യമാകുന്ന പരാശക്തിയുടെ ഈ രൂപത്തെ ഭക്തൻ ശിരസ് മുതൽ ഖണ്ഡം വരെ ഇരിക്കുന്ന ഈ പ്രഥമകൂടത്തെയും ഖണ്ഡഭാഗത്തിൽ നിന്നും കടിപ്രദേശം എന്ന് പറയപ്പെടുന്ന അരഭാഗം വരെയും അതിനുശേഷമുള്ള അധോഭാഗത്തിൽ, അതായത് അരഭാഗം മുതൽ പാദങ്ങൾ വരെയുള്ള ശക്തികൂടത്തെയും 3 ഭാഗങ്ങളായി ധ്യാനിക്കപ്പെടുന്നു. സ്ഥൂലം, സൂക്ഷ്മം, പരം എന്നാണ് ഇതിന് പേര്. സ്ഥൂലം എന്ന് കഴിഞ്ഞാൽ ടാഞ്ചിബിൾ, ടച്ചബിൾ, പുറത്ത് കാണാൻ പറ്റുന്ന വസ്തുവിഭവങ്ങളെല്ലാം, കരചരണങ്ങളോടുകൂടിയ സർവവും രൂപമുള്ള എല്ലാം തന്നെ ഈ മുഖപത്മത്തിൽ അടങ്ങുന്നു. പിന്നീടുള്ളത് മധ്യകൂടം എന്ന് പറയപ്പെടുന്ന രഹസ്യമായിരിക്കുന്ന മന്ത്രസംയുക്തങ്ങളാകുന്നു. ക്രിയാശക്തി എന്ന് പറയപ്പെടുന്ന ശക്തികൂടം വാസനാമയമാകുന്നു. ഇങ്ങനെയാണ് കൂടത്രയമായി പരാശക്തിയെ ശിരസ് മുതൽ പാദം വരെ ധ്യാനിക്കാനുള്ള മാർഗങ്ങളെ ഉപദേശിച്ചു തന്നിരിക്കുന്നത്. ഏതൊരു ഭക്തൻ ഇങ്ങനെ ധ്യാനിക്കുന്നുവോ അവന് ത്രികാലങ്ങളും വശ്യമാകുന്നു, ത്രിലോകങ്ങളിലുള്ള എല്ലാ സമ്പത്തുക്കളും വശ്യമാകുന്നു. ഇങ്ങനെ ധ്യാനിക്കുന്നവൻ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളെ സിദ്ധിച്ച് മഹാത്മാവായി തീരുന്നു, പരമേശ്വരനായി തന്നെ മാറപ്പെടുന്നു എന്നാണ് ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നാമളും ഭയഭക്തിയോടുകൂടി പരാശക്തിയുടെ ഈ മന്ത്രത്തെ അല്ലെങ്കിൽ ഈ സ്തോത്രത്തെ ജപം ചെയ്ത് പരാശക്തിയുടെ അനുഗ്രഹം നേടിയെടുക്കാൻ ശ്രമിക്കുക. മുഖം ബിന്ദും കൃത്വാ കുജയുഗമതസ്തസ്യ തദധോ ഹരാർദ്ധം ധ്യായേദ്യോ ഹരമഹിഷീതേ മന്മദകലാം സസദ്യഃ സംക്ഷോഭം നയതി വനിത ഇത്യതി ലഘു ത്രിലോകീമപ്യാശു ഭ്രമയതീരവീന്ദുസ്തനയുഗാം. ഒരു പ്രധാനപ്പെട്ട വ്യാഖ്യാനത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖം എന്നുള്ള തത്വം പരാകാശം, പരാകാശത്തിലാവുന്നു. പിന്നെ ചിതാകാശം, പിന്നീട് ഹൃദയാകാശം, അതിൽ ചിത് ആകാശം, പിന്നെ അല്പാകാശം എന്നുള്ള ആകാശത്തിൻ്റെ പട്ടിക ഒരു 7 രീതിയിലുണ്ട്. അവിടെയാണ് ഈ ആത്മാവിൻ്റെ സഞ്ചാരം മുഴുവനും. അവിടെയാണ് ആത്മാവ് നിലകൊള്ളുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂലോകം, ബുഹർലോകം, സുവർലോകം, മഹർലോകം, ജനോലോകം, തപോലോകം, സത്യലോകം. ഈ സത്യലോകത്തിലാണ് ഉന്നതമായിരിക്കുന്ന ആത്മാക്കളുടെ കൂട്ടം. ആത്മഗണങ്ങൾ മുഴുവൻ അവിടെയാണ് ഉള്ളത്. അവിടെ നിന്നാണ് ആത്മാവിനെ സൂര്യൻ വാങ്ങിക്കുന്നത്. സൂര്യൻ കടമെടുക്കുന്നു, ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ സൂര്യനിലേക്ക് അവ പതിക്കപ്പെടുന്നു. സൂര്യനിൽ നിന്നും ചന്ദ്രനിലേക്ക് വിഭജിക്കപ്പെടുന്നു, ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് വിഭജിക്കപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പരാശക്തിയുടെ ബിംബത്തെ അല്ലെങ്കിൽ പരാശക്തിയുടെ ദിവ്യ ശരീരത്തെ മനസ്സുകൊണ്ട് ധ്യാനിക്കുമ്പോൾ ആ മുഖപത്മം എന്ന് പറയുന്നത് ജ്ഞാനയോഗത്തെ പറയുന്നു. ജ്ഞാനശക്തിയാണ് കുറിക്കുന്നത്. ആത്മാവ് എപ്പോഴും ജ്ഞാനമുള്ളതാകുന്നു, പരിശുദ്ധമാകുന്നു.
ആത്മാവ് ജീവാവസ്ഥ അനുഭവിക്കുമ്പോഴാണ് അതിൽ അജ്ഞാനം കയറിപ്പിടിക്കുന്നത്. അങ്ങനെയാണ് താൻ പരിശുദ്ധമായ ആത്മാവാകുന്നു എന്നുള്ള വിചാരത്തെയും ഓർമ്മയെയും നഷ്ടപ്പെടുന്നത്. അങ്ങനെ അത് ജീവാത്മാവായി അലഞ്ഞു തിരിയുന്നു. പിന്നെ മനുഷ്യ ശരീരത്തിലോ മൃഗശരീരത്തിലോ വന്ന് കയറിയിരുന്ന് സുഖഭോഗ ദുഃഖങ്ങളെയെല്ലാം അനുഭവിച്ച ശേഷം തിരിച്ചും മുകളിലോട്ട് പോകാൻ ശ്രമിക്കുന്നു. പാപശക്തി അധികമുണ്ടെങ്കിൽ മുകളിലോട്ട് പോകാൻ സാധ്യമാവില്ല. ഭൂമിയുടെ ആകർഷണ ശക്തി വലിച്ചെടുത്തിടും ചോട്ടിലേക്ക് തന്നെ. പുണ്യകർമ്മമായിരിക്കുന്ന സത്കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ശക്തി ബലം അധികമുണ്ടെങ്കിൽ ഹൈഡ്രജൻ ബലൂൺ മുകളിൽ കയറിപ്പോകുന്നത് മാതിരി അത് അങ്ങനെ പോയിക്കോളും. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യുക, പുണ്യകരമായിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്യുക. നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിലിറ്റി. കുട്ടികളെയോ മക്കളെയോ ബന്ധുക്കളെയോ ബ്ലെയിം ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവനവൻ്റെ സങ്കീർണമായിരിക്കുന്ന ജീവിതയാത്രയെ നിശ്ചയിക്കേണ്ടത് അവനവൻ്റെ കർമ്മം തന്നെ ആകുന്നു. ഇതാണ് ഈ രഹസ്യോപാസനയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ബന്ധുമിത്രാദികളെല്ലാം ശ്രാദ്ധകർമ്മങ്ങളും ചെയ്യുന്നില്ല, നമുക്ക് നരകത്തിൽ പോകേണ്ടി വരുന്നു, ആരെയും ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാം ചെയ്തു തീർത്തിട്ട് പോകാനുള്ള അനുമതിയും അനുഗ്രഹവും ജ്ഞാനവും ഈ ലോകത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ബഹിരാകാശത്തിൽ നിൽക്കുന്ന ശൂന്യാകാശം എന്ന് പറയപ്പെടുന്ന ആകാശത്തിൽ നിന്നും ആത്മാക്കൾ സൂര്യമണ്ഡലത്തിലേക്ക് ഗമിക്കുന്നു, സൂര്യമണ്ഡലത്തിലേക്ക് വരുന്നു. അതാണ് വലത് സ്ഥാനം, അതാണ് പുരുഷൻ്റെ ഭാഗം. പിന്നീട് അവിടെ നിന്ന് പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ആ പവറിനെ. ഈ ആത്മാവ് ജീവൻ എന്നുള്ള പേരിൽ ജീവനായും ശരീരമായും മനസ്സായും തീർന്ന് ചന്ദ്രമണ്ഡലത്തിലേക്ക് ഗമിക്കപ്പെടുന്നു. ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ഭൂമിയിലോട്ട് വരുമ്പോൾ ശരീരം മനസ്സോടുകൂടി അത് ബോധാവസ്ഥയിലൂടെ വന്നു ചേരുന്നു. അപ്പോൾ ആദ്യം ബോധം അല്ലെങ്കിൽ അറിവ്. ഈ ലോകവും സർവജ്ഞാനവും അറിവാണ്, ദൈവവും അറിവാണ്. ദൈവത്തെ അറിയുക എന്നുള്ളതാണ് സാക്ഷാത്കാരം, അല്ലെങ്കിൽ ദൈവീ ശക്തി അറിയുക എന്നുള്ളതാണ് സാക്ഷാത്കാരം. അപ്പോൾ സാക്ഷാത്കാരം അടയേണ്ടതായിരിക്കുന്ന ആ അറിവാണ് ആദ്യം. ലോകത്തിൽ ദൈവം ആദ്യം അറിവിനെ സൃഷ്ടിക്കുന്നു. അറിവിനെ സൃഷ്ടിച്ച ശേഷമാണ് ഈ അറിവിനെ ആർക്ക് എത്രയ്ക്കെത്ര അറിവ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി ഒടുവിൽ മനുഷ്യനെ ആററിവുള്ള ജീവനാക്കി മാറ്റി. ദൈവം ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയാൻ പ്രോബബിളി ഇതൊന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ കുരുത്തക്കേട് വശാൽ പലരും ആററിവോടുകൂടി ജീവിക്കാറില്ല. അത് കാരണം അത്ര വിഷമിക്കേണ്ട. മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ശൂന്യാകാശത്തിൽ മൂലപ്രകൃതിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ആത്മാക്കൾ സൂര്യമണ്ഡലത്തിലേക്ക് വന്ന് സൂര്യൻ ആത്മധാതാവാകുന്നു, ആത്മകാരകനാകുന്നു, ആത്മവിധാതാകുന്നു. സൂര്യൻ തന്നെയാകുന്നു ആത്മാവ്. കാരണം സൂര്യനിൽ നിന്നും പുറത്തു വരുന്നത് കൊണ്ടാണ് ഇവരെല്ലാം സൂര്യൻ തന്നെ പിതാവായും സൂര്യൻ തന്നെ ആത്മകാരകനായും സൂര്യൻ തന്നെ ആത്മധാതാവായും വേദങ്ങൾ തന്നെ ഘോഷിക്കുന്നു. അപ്പോൾ ആ സൂര്യൻ എന്ന് പറയുന്ന പുരുഷൻ അവരിൽ നിന്നും സ്ത്രീ എന്ന് പറയുന്ന ചന്ദ്രനിലേക്ക്, അതാണ് രണ്ടാമത്തെ സ്ഥാനം, ഇടതുഭാഗത്തുള്ള സ്ഥാനം ചന്ദ്രനായി കണക്കാക്കുന്നു. ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ആ ജീവൻ ശരീരം മനസ്സും രണ്ടും ചേർത്തുകൊണ്ട് യോനിസ്ഥാനത്തിലേക്ക് വരുന്നു. യോനിസ്ഥാനത്തിലൂടെ ആ ഗർഭസ്ഥനായി തീർന്ന് ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് അവിടെ നിന്നും വളർന്ന് പുറത്ത് വരുന്നു. അപ്പോൾ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവരും തന്നെ യോനിജന്മാരാകുന്നു. അയോനിജന്മാർ വളരെ 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 അപൂർവം. അയോനിജനായി ജനിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവത്തിലാണ്. നമ്മുടെ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം ഉണ്ടല്ലോ, ഈ മണ്ണാർക്കാട് പോകുന്ന വഴിക്ക് മലപ്പുറം ജില്ലയിൽ വരിക. ആ തിരുമാന്താംകുന്നിൽ മാന്ധാത്ത മഹർഷിയുടെ സമാധി അവിടെയാണുള്ളത്. മാന്ധാത്ത മഹർഷിയുടെ ആശ്രമം അവിടെയായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ വ്യാഖ്യാനിച്ചിരുന്നതിനെ കുറിച്ച്. അപ്പോൾ ആ മാന്ധാത്ത മഹർഷി ജനിച്ചത് തൊടയിലൂടെയാണ്. അയോനിജനാണ് അദ്ദേഹം. ഒരു സ്ത്രീയുടെ യോനിയിൽ കൂടി ജനിച്ചവനല്ല. ഇത്രയും വലിയൊരു മഹാത്മ്യമുള്ളൊരു പുണ്യാത്മാവ് ഈ കേരളം എന്നുള്ള രാജ്യത്ത് വന്നിരുന്ന്, അതുകൂടാതെ പരശുരാമൻ വലിയ ഒരു ദേവ്യുപാസികനാണ്. ആ ദേവ്യുപാസികൻ ദത്താത്രേയ മഹർഷിയിൽ നിന്നും പരാശക്തിയുടെ ഈ പഞ്ചദശാക്ഷര മന്ത്രത്തെ ഉപദേശം ചെയ്ത് വാങ്ങിച്ച് അദ്ദേഹം ഇതുവരെ ആരും ജീവിച്ചിരിക്കാത്തൊരു രാജ്യത്ത് പോയി താമസിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ പറഞ്ഞു, ജലത്തിനകത്ത് കിടക്കുന്ന ഒരു ഭൂമിഭാഗത്തിൽ മാത്രമേ ആരും താമസിക്കാതെ ഇരുന്നിട്ടുള്ളൂ ഇതുവരയ്ക്കും. അതുകൊണ്ട് നീ വരുണരാജനോട് ആവശ്യപ്പെടുക ആ ഭൂമിയെ ഒന്ന് മുകളിലോട്ട് പൊക്കിത്തരാൻ. അതുകൊണ്ടാണ് പരശുരാമൻ മഴു എറിഞ്ഞു. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഛേദിക്കപ്പെട്ടതായ ഒരു ഭാഗം ഭൂമിയായി മാറി
ആ ഭൂമിയിൽ കേരള ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു, പരശുരാമ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു എന്നെല്ലാം പറയുന്നത്. ഈ മഴുവെറിയ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം വരുണരാജനോട് ആവശ്യപ്പെടുന്ന റിക്വസ്റ്റാണ്, അപ്ലിക്കേഷൻ. അങ്ങനെ ആ കേരളം എന്നുള്ള സ്ഥലം പ്രത്യക്ഷപ്പെട്ടു. അവിടെയാണ് പരശുരാമൻ തപസ്സനുഷ്ഠിച്ച് തൻ്റെ എല്ലാവിധമായ പാവങ്ങളെയും നശിപ്പിച്ച് അത്യുത്തമനായിരിക്കുന്ന മഹാവിഷ്ണുവിൽ തന്നെ പോയി വിലയം പ്രാപിക്കുന്നു. ഇത് പരശുരാമ ചരിത്രം. അങ്ങനെയുള്ള പരശുരാമൻ ഏറ്റവും വലിയ ഒരു ദേവീവാസികനാണ്. അദ്ദേഹമാണ് പരാശക്തിക്ക് 48 വിധത്തിലുള്ള ആഭരണങ്ങളെയാണ് ശരീരത്തിൽ അണിയിക്കാൻ കൊടുക്കുന്നത്. പലവിധമായ ദേവീക്ഷേത്രങ്ങളെയും ശിവക്ഷേത്രങ്ങളെയെല്ലാം പരശുരാമ പ്രതിഷ്ഠയിലൂടെയാണ് നാം അറിയുന്നത്. കേരളത്തിൽ അത്രയും പ്രാധാന്യം അറിയിക്കുന്ന ഒരു പുണ്യക്ഷേത്രമാണ് ഈ കേരളം. അവിടെയാണ് തിരുമാന്താംകുന്നുള്ളത്. ആ മാന്ധാത്ത മഹർഷി അവിടെയാണ് താമസിച്ചത്. ആ മാന്ധാത്ത മഹർഷി അയോനിജനാകും. പല ദൈവങ്ങളുടെ അവതാരത്തിൽ പോലും അവരെല്ലാം നിജന്മാരാണ്. പക്ഷേ നമ്മുടെ ഈ മാന്ധാത്ത മഹർഷി അയോനിജനാകും. അതൊരു വലിയ കഥയാണ്. ദേവി ഭാഗവത്തിൽ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും ഈ കഥ. അങ്ങനെ ചന്ദ്രനിൽ നിന്നും ഈ ജീവന്, ഞാൻ ജീവനാണ്, എനിക്ക് അറിവുണ്ട്, എനിക്ക് ജീവിക്കണം, എനിക്ക് ശരീരം വേണം, എനിക്ക് ഭോഗസുഖങ്ങളെ അനുഭവിക്കണം, എനിക്ക് എല്ലാ സുഖഭോഗങ്ങളെയും അനുഭവിക്കണം. അഷ്ടവസുക്കൾ എന്ന് പറയപ്പെടുന്നു, 8 വസുക്കളാണ് ഉള്ളത്. ആ അഷ്ടവസുക്കളുടെയും അഷ്ടദ്രവ്യങ്ങളെ ഞാൻ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ജനിപ്പിക്കുന്നതെല്ലാം ചന്ദ്രനാണ്. ചന്ദ്രമാ മനസോ ജാത ചക്ഷോ സൂര്യോ അജായത മുഖാദീന്ദ്ര ശാഗ്നിശ്ച പ്രാണാദ്വായിരജായത നാഭ്യ ആസീതന്തരീക്ഷം ശീഷ്ണോദോ സമവർത്തത എന്ന് പുരുഷസൂക്തം വ്യാഖ്യാനിക്കും. അപ്പോൾ ചന്ദ്രൻ മനസ്സിനെ കുറിക്കുന്ന ഒരു ശക്തിയാകുന്നു. അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ആധിക്യം നമ്മളുടെ ശരീരത്തിൽ മനോരൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. മനസ്സ് ജനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാത് മനഃ, ആഹാരത്തിലൂടെയാണ് മനസ്സ് ഉണ്ടാകുന്നത്. മനസ്സെന്ന് പറയുന്നത് തത്വമാണ്, ഒരു സൂക്ഷ്മ തത്വമാകുന്നു, ഒരു ശക്തിയാകുന്നത്. ആ ശക്തി ജനിക്കുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ശുദ്ധമായ ആഹാരം, സാത്വികമായിരിക്കുന്ന ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ സാത്വികമായ മനസ്ഥിതി നമുക്കുണ്ടായിത്തീരും എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ മനസ്സോടുകൂടി ജീവിക്കുന്നവരാണ് ഭൂമിയിൽ ഏറ്റവും വലിയവർ. അവരാണ് മനുഷ്യർ. അങ്ങനെ മനുഷ്യരുടെ ജനനം ഈ യോനിസ്ഥാനത്തിലൂടെ ആവണം എന്നായി. ഈ യോനിസ്ഥാനം എന്ന് പറയുന്നതാണ് ഗർഭധാനം ചെയ്യാനുള്ള പുണ്യക്ഷേത്രം. സ്ത്രീകളുടെ യോനിക്ക് ക്ഷേത്രം എന്നുള്ള പേരുണ്ട്. സോ ക്ഷേത്രജ്ഞൻ വാസം ചെയ്യേണ്ട സ്ഥലം ക്ഷേത്രം. ക്ഷേത്രജ്ഞൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശിവൻ എന്നാണ് അർത്ഥം. ക്ഷേത്രപാലകൻ. കാളിയുടെ ഘോരമായ താണ്ഡവത്തെ ശമിപ്പിക്കുവാൻ വേണ്ടി ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ പരമശിവൻ വന്ന് കിടന്നു. പരമശിവൻ്റെ മാറത്ത് കാല് വെച്ചതോടുകൂടി ശക്തിയിലുള്ള എല്ലാ കോപതാപങ്ങളെയും അദ്ദേഹം വശീകരിച്ച് വലിച്ചെടുത്തു. കാരണം എല്ലാവരെയും വശീകരിക്കാൻ ശക്തിയുള്ള ഒരു വലിയ ശക്തി, വലിയ സാധകൻ, വലിയ യോഗി, ആദിയോഗിയായിരിക്കുന്ന പരമശിവൻ മാത്രം തന്നെയാണ്. അദ്ദേഹം പരാശക്തിയെ തന്നെ തൻ്റെ ദിവ്യമായ ശക്തിയിലൂടെ ആവാഹിച്ചെടുത്തു. ദേവിയുടെ എല്ലാ കോപതാപങ്ങളും തീർന്നതോടുകൂടി താൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി, ഭർത്താവായിരിക്കുന്ന ശിവൻ്റെ മാറത്ത് എൻ്റെ പാദങ്ങൾ സ്പർശിച്ചു എന്ന് പറഞ്ഞ ഒരു നാണക്കേട്, ആ ഒരു ഷെയിം എന്നുള്ള ആ ചിഹ്നത്തെ കുറിക്കാനാണ് നാക്ക് പുറത്ത് തള്ളി പല്ലുകൊണ്ട് കടിച്ചു അതിനെ. അയ്യോ അബദ്ധം പറ്റിപ്പോയല്ലോ, തെറ്റ് ചെയ്തല്ലോ ഞാൻ എന്ന് ആ കാട്ടുന്ന രൂപമാണ് കാളിക്ക് ഈ നാക്ക് പുറത്ത് വരാൻ കാരണം. ഇത് വലിയൊരു തത്വമാണ്. അങ്ങനെ ആത്മതത്വത്തിൽ നിന്നും ബീജരൂപമായി പുരുഷൻ്റെ ശരീരമായിരിക്കുന്ന പരാശക്തിയുടെ വലത് സ്ഥാനത്ത് കയറി അവിടെ നിന്നും ഇടത് സ്ഥാനത്തിലേക്ക് മാറ്റി ചന്ദ്രമണ്ഡലം മാറി അവിടെ നിന്നും മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നുള്ള തത്വങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അന്ധകരണങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗർഭപാത്രത്തിനകത്ത് വളർന്ന്, അതായത് യോനിസ്ഥാനത്തിലൂടെ പ്രവേശിച്ച് ഗർഭപാത്രത്തിൽ വളർന്ന് യോനിയിൽ കൂടെ തന്നെ പുറത്തു വരുന്നു എന്നുള്ളതായിരിക്കുന്ന ഈ 4 ത്രികോണ ക്ഷേത്രങ്ങളെയാണ് ഇവിടെ ഭഗവത് പാദർ പരാമർശിക്കുന്നത്. അതുകൊണ്ട് ഈ മന്ത്രത്തെ ജപം ചെയ്ത് സാധന ചെയ്യുന്നവൻ എല്ലാവിധമായ കാമവികാരങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു, എല്ലാ മോഹവലയങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. ത്രിലോകത്തിലുള്ള നാം ആരെയെല്ലാം കണ്ട് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നു, ആരെയെല്ലാം കണ്ട് നമുക്ക് വശീകരണ ബുദ്ധി വരുന്നു, അവരെല്ലാം നമ്മളിൽ വന്ന് വശീകരിക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു തത്വത്തെ, ഉന്നതമായ ഒരു ശക്തി തത്വത്തെയാണ് ഇവിടെ ഭഗവത് പാദർ പ്രശംസിക്കുന്നത്. പരാശക്തി ആയിരിക്കുന്ന ജഗദംബികെ,
നിന്നെ ഇങ്ങനെ ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ ത്രിലോകത്തിലുള്ള എല്ലാ സ്ത്രീശക്തികളും അവനിൽ വന്ന് അഭയം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ അവനെ കണ്ട് എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ താമസിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ജനിക്കുന്നു എന്നുള്ള മട്ടിൽ ഈ സ്തോത്രത്തെ ഭഗവത്പാദർ രചിച്ച് പരാശക്തിയുടെ പ്രസാദം നേടി, അനുഗ്രഹം നേടി, ഈ ജപം ചെയ്യുന്നത് കാരണം തന്നെ അവർക്ക് ഈ ബലം ലഭിക്കുന്നതാണ് എന്ന് പറയുന്നു. ഈ മന്ത്രത്തെ ഒരു പാത്രം ജലത്തിൽ മോതിരവിരൽ കൊണ്ട് തൊട്ടുകൊണ്ട് ഈ മന്ത്രത്തെ ജപം ചെയ്ത് സിദ്ധി നൽകി കിട്ടി. ആ ജലത്തെ നാം സേവിക്കുന്നത് കൊണ്ടും നമുക്ക് ഈ ശക്തി നമ്മളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ്. സർവം ജഗദംബാർപ്പണമസ്തു. ഹരി ഓം.